ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയാകുമെന്ന് കേരള പ്രവാസി സംഘം. നാടിന്റെ വളർച്ചയിൽ കരുതലുമായി കൂടെ നിന്ന പ്രവാസികളെയും പ്രയാസപ്പെടുന്നവരെയും ചേർത്തുപിടിച്ചത് ഇടതുപക്ഷ സർക്കാരുകളാണെന്നും ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസികൾക്ക് ലോകത്താദ്യമായി പ്രവാസികൾക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയ ഇടതുപക്ഷ ഗവൺമെന്റാണ്. അത് കഴിഞ്ഞ് 2001 UDF അധികാരത്തിൽ വന്നെങ്കിലും പ്രവാസികൾക്ക് ഒരു മന്ത്രി ഉണ്ടാക്കിയെങ്കിലും പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. ഒന്ന്, കേരളത്തിലെ പ്രവാസികൾക്ക് 3000 രൂപയും 3500 രൂപയും പെൻഷൻ കൊടുക്കുന്ന ലോകത്തിന് മാതൃകയായി മാറുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി. അതുമാത്രമല്ല, മരണാന്തര സഹായം കിട്ടുന്നുണ്ട്. കോൺഗ്രസും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാതൊരുവിധ പ്രവാസി ക്ഷേമ പദ്ധതികളും നടപ്പാക്കുന്നില്ലെന്നും പ്രവാസികളോട്, പ്രത്യേകിച്ചും മലയാളി പ്രവാസികളോട് കേന്ദ്ര സർക്കാർ ശത്രുതാപരമായ സമീപനമാണ് കൈക്കൊള്ളുന്നതെന്നും കേരള പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി ദ്രോഹ നയങ്ങൾക്ക് ചൂട്ടുപിടിക്കുകയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ UDF. വിമാന കമ്പനികൾ അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല. പ്രവാസി പുനരധിവാസം, ടിക്കറ്റ് നിരക്ക് വർധന, കുടിയേറ്റ നിയമം തുടങ്ങി പ്രവാസികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കോഴിക്കോട് വടകര MPമാർ ഉൾപ്പെടെ UDF അംഗങ്ങളിൽ ഒരാൾ പോലും ഇടപെടലുകൾ നടത്തുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് വടകര പാർലമെന്റ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായ എളമരം കരീം, KK ശൈലജ ടീച്ചർ എന്നിവരുൾപ്പെടെ മുഴുവൻ LDF സ്ഥാനാർത്ഥികളെയും കേരള പ്രവാസി സംഘം പിന്തുണയ്ക്കുന്നതായും ഭാരവാഹികളായ CV ഇക്ബാൽ, K സജീവ് കുമാർ, സലീം മണാട്ട്, കബീർ സലാല തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്തായാലും പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് വരണം, പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 41 ദിവസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കലാശക്കൊട്ട്. കോഴിക്കോട് മണ്ഡലത്തിലെ 3 മുന്നണികളും പാളയം ജംഗ്ഷനിൽ പ്രചാരണം